Hello, hi. Welcome to another episode of Lakshmi's Cooking Stories. നമ്മൾ രാവിലെ ധൃതി നിൽക്കുന്ന സമയത്ത് ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ സമയം കിട്ടുന്നില്ല. അങ്ങനെ ഒരു സമയത്ത് നമുക്ക് നേരത്തെ ഉണ്ടാക്കി പ്രിസർവ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇഡ്ഡലിപ്പൊടി അഥവാ ദോശപ്പൊടി. വളരെ എളുപ്പമാണ് അത് ഉണ്ടാക്കി വയ്ക്കാൻ. കുറേ നാൾ അത് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ നമ്മൾ മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ദോശയിൽ ഈ ദോശപ്പൊടി വിതറി നല്ല സ്വാദിഷ്ടമായിട്ടൊരു ദോശ കൂടെ എങ്ങനെ തയ്യാറാക്കാമെന്നൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കൊരു കടായി അടുപ്പിലേക്ക് വയ്ക്കാം. അതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ്, മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് ഉഴുന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ടാക്കിയിട്ട് ഈ ഒരു ടൈമിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മതിയാവും. ഇതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കടലപ്പരിപ്പ് അര കപ്പ് കടലപ്പരിപ്പ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പ് തുവരൻ പരിപ്പ്, സാമ്പാർ പരിപ്പ് അതുകൂടെ ചേർക്കാം. ഇനി ഒരു 1/4 കപ്പ് മുഴുവൻ മല്ലി അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10-15 ചെറിയ അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 വറ്റൽമുളക് കൂടെ ചേർക്കുകയാണ്. ഇതൊരു മീഡിയം എരിവുള്ള വറ്റൽമുളകാണ്. എരിവിൻ്റെ ടോളറൻസ് ലെവലിനനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാൻ. ഒരു ചെറിയ പീസ് കായം കൂടെ ഞാനിതിൽ ചേർക്കുകയാണ്. മുഴുവൻ കായം കയ്യിലില്ലെങ്കിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില അതുകൂടെ ചേർത്ത് കൊടുക്കും. ഫൈനലായിട്ട് നമുക്കൊരു 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർക്കാം. നമുക്ക് ലാസ്റ്റിൽ പൊടിച്ചിട്ട് ഉപ്പ് വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം. ഇപ്പം നമ്മുടെ കയ്യിൽ മല്ലിപ്പൊടിയാണുണ്ടെങ്കിൽ വറുത്തെടുക്കുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ മല്ലിപ്പൊടി ആഡ് ചെയ്താൽ മതി. ഇത് മുഴുവൻ മല്ലി ആയതുകൊണ്ടാണ് നേരത്തെ ഞാൻ ചേർത്ത് കൊടുത്തത്. ഇത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ 1 മാസം വരെ കേടുകൂടാതെ ഇരിക്കും. പിന്നെ രാവിലത്തെ ധൃതിയിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇഡ്ഡലിയും ദോശയാണെങ്കിൽ കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ ദോശപ്പൊടി എടുത്താൽ മതിയാവും. അതുമാതിരി തന്നെ ദോശയിൽ നമ്മൾ ഈ ദോശപ്പൊടി ചേർത്ത് ഈ മസാല ദോശ ഉണ്ടാക്കുന്ന പോലൊരു ദോശ ഉണ്ടാക്കും. അത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഈ വീഡിയോയുടെ അവസാനം ഞാൻ അങ്ങനെ ഒരു ദോശ കൂടെ നമുക്കുണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ദോശമാവ് ഫ്രിഡ്ജിലിരിപ്പുണ്ട്, ദോശപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ധൃതിയിൽ നിൽക്കുമ്പോൾ ഒരു ദോശ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ കറിയൊന്നും വേണ്ട. അങ്ങനെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. ഇതുപോലെ മസാല ദോശ പോലെ ദോശപ്പൊടി ദോശ അതും ഉണ്ടാക്കി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ നോർമൽ ചില്ലിക്ക് പകരം കാശ്മീരി ചില്ലിയും വേണമെങ്കിലും ആഡ് ചെയ്യാം. അത് ചേർത്താനുള്ളൊരു അഡ്വാൻറ്റേജ് ദോശപ്പൊടിക്ക് നല്ല നിറം കിട്ടും. അതാണെങ്കിൽ നമുക്കൊരു 10 മുളകോളം ചേർക്കാൻ പറ്റും. അതിന് വലിയ എരിവില്ലല്ലോ. അപ്പോൾ അത് കാരണം കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ഒരു 10 എണ്ണം ചേർക്കാം. ഏതാണ്ട് നമ്മളൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം റൂം ടെമ്പറേച്ചർ ആവാൻ വരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് മാത്രമേ പൊടിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പൊടിക്കുമ്പോൾ മിക്സിയിൽ ചെറുതായിട്ട് മിസ്റ്റ് വരും. ദോശപ്പൊടി ചീത്താവാനുള്ള ടെൻഡൻസി ഉണ്ടാക്കും. അത് കാരണം നല്ലോണം റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം മാത്രമേ നമ്മളിനി ഇത് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഇരുന്ന് തണുക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ വറുത്ത് വെച്ചത് റൂം ടെമ്പറേച്ചറിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കിനി മിക്സിയിലെ ജാറിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമുക്ക്
നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്ക് തീരെ ഫൈൻ പൗഡറായിട്ടും ഗ്രൈൻഡ് ചെയ്തെടുക്കാം, അല്ല കുറച്ച് തരിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും പൊടിച്ചെടുക്കാം. അത് അവരവരുടെ ഇഷ്ടമാണ്. അപ്പം നമുക്കിത് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ വെച്ച് അതിലാണ് വച്ചിരിക്കുന്നത്. കാരണം മിക്സിയിൽ നമ്മൾ പൊടിക്കുമ്പോൾ ഒരു ചെറിയ ചൂടുണ്ടാവും. ആ ചൂടൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇങ്ങനെ അങ്ങ് നമ്മളൊരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ വേപ്പർ വന്നിട്ട് ചീത്താവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതൊന്ന് വീണ്ടും ഒന്ന് റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം നമുക്കൊരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാം. 1-2 മാസം ഒരു കേടും കൂടാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കിനി ദോശ കൂടെ ഉണ്ടാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കിയ ദോശപ്പൊടി വെച്ചിട്ട് ഒരു ദോശ കൂടെ ഉണ്ടാക്കാം. തവ ചൂടാവട്ടെ. നമുക്ക് ദോശക്കല്ല് ചൂടായെന്ന് നോക്കാം. ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. നമുക്ക് ദോശമാവ് ഒഴിച്ച് പരത്തിയെടുക്കാം. ഇനി ദോശ ഒരു അര വേവാവുന്ന സമയത്ത് നമുക്ക് നല്ലെണ്ണയോ നെയ്യോ ചേർക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് നല്ലെണ്ണ ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ദോശപ്പൊടിയുടെ കൂടെ നല്ലെണ്ണ നല്ലൊരു കോമ്പിനേഷനാണ്. അതാണ് ഞാൻ നല്ലെണ്ണ ചേർക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ദോശപ്പൊടി ഇങ്ങനെ വിതറിക്കൊടുക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. എന്നാൽ നല്ല രുചികരമായ ഒരു ദോശയാണിത്. നമുക്കിതിനെ പകുതി ഇങ്ങനെ മറിച്ചെടുക്കാം. ആ സൈഡൊന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പം നമുക്ക് ഇപ്പുറത്തെ സൈഡൂടെ അതുപോലെ മൊരിച്ചെടുക്കാം. ഓരോ സൈഡും തിരിച്ചിട്ട് കൊടുത്ത് നല്ല ക്രിസ്പിയാക്കി എടുക്കുക. നമ്മൾ 2 സൈഡും നല്ലോണം മൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് വിളമ്പുന്ന ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടല്ലോ, നല്ല ഈസി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ദോശപ്പൊടി കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പം ഞാനിന്ന് തയ്യാറാക്കിയ ദോശപ്പൊടിയുടെ റെസിപ്പി ഉണ്ടല്ലോ, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുക. ഓരോ സ്ഥലത്ത് പല രീതിയിൽ പല ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്താണ് ഇത് ഉണ്ടാക്കാറ്. ഞാനിങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യാറുള്ളത്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒപ്പം തന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. ആ ദോശ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ, അത് നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.